പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. കേരളം വിധിയെഴുതി. സംസ്ഥാനത്ത് മികച്ച പോളിംഗ് 71.7% തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കണക്ക്. മുന്നിൽ കണ്ണൂർ, പിന്നിൽ പത്തനംതിട്ട. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ. പോളിംഗ് ബൂത്തിൽ കുഴഞ്ഞു വീണ് 5 പേർ മരിച്ചു. ഊട്ടിയും കിഴിച്ചും കേരളം. UDF മികച്ച വിജയം നേടുമെന്ന് ഉമ്മൻചാണ്ടി. വീഴ്ചയുണ്ടായാൽ ഉത്തരവാദിത്തം തനിക്ക്. ചരിത്രം തിരുത്തുമെന്ന് ആന്റണി. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നത് വിഡ്ഢിത്തമെന്ന് VS. കേരളത്തിൽ താമര വാടും. UDFനെ ജനങ്ങൾ തൂത്തെറിയുമെന്ന് പിണറായി. കേരള രാഷ്ട്രീയം വഴിത്തിരിവിലെന്ന് കുമ്മനം. കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തി ഗവർണറും. വോട്ട് രേഖപ്പെടുത്താൻ ക്യൂവിൽ നിന്ന് താരങ്ങളും. കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്ത് മമ്മൂട്ടി. MT വാസുദേവൻ നായർ കോഴിക്കോട്ട് വോട്ട് ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രമാക്കി ഭിന്നലിംഗക്കാരും വോട്ട് ചെയ്തു. കേരളത്തിൽ ഇടത് തരംഗമെന്ന് എക്സിറ്റ് പോളുകൾ. ബംഗാളിൽ തൃണമൂലിന് വൻ വിജയമെന്ന് പ്രവചനം. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യത്തിന് മുന്നേറ്റമുണ്ടാകും. അസമിൽ BJP മുന്നിലെന്നും പ്രവചനം. തമിഴ്നാടും പുതുച്ചേരിയും വിധിയെഴുതി. DMK തിളക്കമാർന്ന വിജയം നേടുമെന്ന് കരുണാനിധി. ജനവിധി ആർക്കൊപ്പമെന്ന് കണ്ടറിയാമെന്ന് ജയലളിത. വോട്ട് ചെയ്ത് താരങ്ങളും. അഭിലാഷ്, നമ്മളോടൊപ്പം വൈകി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചിട്ട് നമുക്ക് ചർച്ചയിലേക്ക് നേരിട്ട് കിടക്കാം. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് കേരളത്തിൽ 88 മുതൽ 101 വരെ സീറ്റ് ഇടതുമുന്നണി നേടുമെന്നാണ് സർവേ പറയുന്നത്. UDFന് 38 മുതൽ 41 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് ഈ സർവേ പറയുന്നു. BJPക്ക് 0 മുതൽ 3 വരെ സീറ്റുകളാണ് സർവേ പറയുന്നത്. മറ്റുള്ളവർക്ക് 1 മുതൽ 4 സീറ്റുകൾ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. LDFന് 43% വോട്ടും UDFന് 35% വോട്ടും BJPക്ക് 11% വോട്ടും ഈ സർവേ പ്രവചിക്കുന്നുണ്ട്. LDF 74 മുതൽ 82 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് സി വോട്ടർ സർവേ പ്രവചിക്കുന്നുണ്ട്. UDFന് 54 മുതൽ 62 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. NDAക്ക് 4 സീറ്റ് ലഭിക്കുമെന്ന് സി വോട്ടർ പറയുന്നുണ്ട്. മറ്റുള്ളവർക്കും 4 സീറ്റ് ലഭിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. ഈ സർവേകളിലൊക്കെ മറ്റുള്ളവർ എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാണെന്നത് വ്യക്തത വന്നിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ പറയാനേ നമുക്കും കഴിയുകയുള്ളൂ. LDF 78 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് ഇന്ത്യ TV പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. UDFന് 58 സീറ്റും BJPക്കും മറ്റുള്ളവർക്കും 2 സീറ്റുകൾ വീതം ലഭിക്കുമെന്നും ഇന്ത്യ TVയുടെ എക്സിറ്റ് പോൾ സർവേ പറയുന്നു. കേരളത്തിൽ തൂക്ക് സഭയ്ക്ക് സാധ്യതയെന്നാണ് ന്യൂസ് നേഷന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. UDFന് 70ഉം LDFന് 69ഉം BJPക്ക് 1 സീറ്റുമാണ് പറയുന്നത്. ഈ സർവേയാണ് UDFന് നേരിയ ഒരു എഡ്ജുണ്ട്, ചെറിയ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. മറ്റു 3 സർവേകളും ഇടതുമുന്നണിക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും വിജയകുമാർ, നമ്മൾക്ക് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിനെ പരിചയപ്പെടാം. MP രാജേഷ് MP, KVS ഹരിദാസ്, ബിന്ദു കൃഷ്ണ, NP ചെക്കുട്ടി, KNA ഖാദർ. ആദ്യം ശ്രീ MP രാജേഷ്, ആക്സിസ് പറയുന്നു 102 സീറ്റുകൾ വരെ കിട്ടാം ഇടതുമുന്നണിക്ക് എന്ന്. അതേസമയം ന്യൂസ് നേഷൻ അത് പരമാവധി 69 എന്നാണ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് പ്രവചനങ്ങൾ പരസ്പരം പൊരുത്തപ്പെടുന്നില്ല എന്ന പ്രത്യേകതയുണ്ട്. എങ്കിലും ഒരു ആവറേജ് എടുത്താൽ LDFന് ഒരു മുൻതൂക്കമുണ്ട്. താങ്കൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നല്ലോ കഴിഞ്ഞ 2 മാസത്തിലധികമായി. എന്താണ് താങ്കളുടേതായ ഒരു വിലയിരുത്തൽ? സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ഭരണം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇനി കിട്ടിയാൽ തന്നെ എത്ര സീറ്റ് വരെ കിട്ടാം? തീർച്ചയായിട്ടും LDFന് കേരളത്തിൽ ഭരണം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയത്തിന് ഇട പോലുമില്ല. അക്കാര്യം അസന്നിഗ്ധമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. LDF കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം LDF ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിന് വലിയ സ്വീകാര്യത പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ലഭിക്കുകയുണ്ടായി. അഴിമതി, അതുപോലെ സർക്കാരിൻ്റെ ഭരണപരാജയം, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള വീഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം LDF ഉന്നയിച്ചു. അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത്. അതിനെയൊന്നും പ്രതിരോധിക്കാൻ UDFന് കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം വർഗീയത ഉയർത്തുന്ന വെല്ലുവിളിയാണ്. വർഗീയത ഉയർത്തുന്ന വെല്ലുവിളി പരമ്പരാഗതമായിട്ട് UDFനൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടർമാരെ പോലും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ടായത് മാത്രമല്ല, അടിവെച്ചടിവെച്ച് മുന്നോട്ട് പോവുകയാണ് ഇടതുപക്ഷം LDF ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ UDFനും മാത്രമല്ല BJPക്കും പ്രചരണ ഘട്ടത്തിലുടനീളം അവർക്ക് അടിതെറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പല പ്രശ്നങ്ങളിലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. റിവ്യൂ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ.
അപ്പോൾ LDFിൻ്റെ വിജയം സംശയാതീതമായിട്ടുള്ള കാര്യമാണ്. സീറ്റിൻ്റെ കാര്യം ഇവിടെ ഇപ്പോൾ പല സർവേകളും പലതും വന്നിട്ടുണ്ട്. 102 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. എന്തായാലും ഒരു 90 സീറ്റിൽ കുറയില്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക് സംശയം പറയാൻ കഴിയും. 85-90 സീറ്റ് എന്ന റേഞ്ചിനിടയ്ക്ക് വരാനാണ് സാധ്യത. ഇനി ഈ തരംഗം ഇതുപോലെ നമ്മൾ കാണുന്ന തരത്തിലുള്ള തരംഗമുണ്ടെങ്കിൽ അത് 100 സീറ്റ് വരെ എത്തുകയും ചെയ്യും. അപ്പോൾ ആ നിലയിൽ നമുക്ക് പറയാൻ പറ്റൂ. കൃത്യം സീറ്റിന്റെ എണ്ണം ഇപ്പോൾ നമുക്ക് പറയാനാവില്ല. ശ്രീ എം പി രാജേഷ്, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ എൻ പി ചെക്കുട്ടി, ഈ സർവേ ഫലങ്ങൾ കുറച്ച് അതിശയോക്തിപരമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു 100 സീറ്റിലേക്ക് മുകളിലേക്ക് ഇടതുമുന്നണിക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് താങ്കൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു തരംഗം, ഒന്നുകിൽ കടുത്ത സർക്കാർ വിരുദ്ധ, അങ്ങേയറ്റത്തെ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടാകണം, അതല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാറ്റ് വീശുന്നുണ്ടാകണം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരംഗം തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാനുണ്ടായിരുന്നുവോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സവിശേഷമായിട്ടുള്ള ഒരു തരംഗം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടായതായിട്ട് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഈ സർവേ ഫലങ്ങൾ പോലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേ ചാണക്യ ഫലം മാത്രമാണ് 100 സീറ്റിനപ്പുറത്ത് LDFന് കിട്ടുമെന്ന് പ്രവചിക്കുന്നത്. മറ്റ് ഫലങ്ങൾ താരതമ്യേന ഇടതുപക്ഷത്തിന് ഒരു എഡ്ജ് ഉണ്ട്. 75 സീറ്റിന്റെ മുകളിൽ കിട്ടും എന്നുള്ളതാണ്. അത് സാധാരണ നിലയിൽ ഉണ്ടാകാവുന്ന ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറയാവുന്ന ഒരു ഘടകത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കാവുന്ന. കാരണം കേരളത്തിലെ നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ഭരണം കഴിഞ്ഞാൽ അതിനോടുള്ള വിയോജിപ്പ്, ജനങ്ങൾക്കുള്ള ഇടയിലുള്ള മാനസികമായ വെറുപ്പ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിനെക്കൂടൊക്കെ ജനങ്ങൾ റിയാക്ട് ചെയ്യും. ആ തരത്തിലുള്ള ഒരു റിയാക്ഷനാണ് ഒരു പക്ഷേ ഒരു 7-8 സീറ്റ് UDFന് നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം വലിയ ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊന്നും കേരള സംസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ സർവേ ഫലങ്ങളിൽ പോലും ഒരൊറ്റ സർവേ ഒഴിച്ച മറ്റൊന്നിലും അത് അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഇല്ലതാനും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ തരംഗം എന്നൊക്കെ പറയുന്നത് ഒരു അമിതമായിട്ടുള്ള ഒരു അവകാശവാദമായിട്ട് മാത്രമേ. തീർച്ചയായും വൈരുദ്ധ്യങ്ങളുണ്ട് സർവേ ഫലങ്ങളിൽ എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. തുടരുക ശ്രീ എൻ പി ചെക്കുട്ടി. ശ്രീമതി ബിന്ദു കൃഷ്ണ, ആക്സിസ് നടത്തിയ സർവേ പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ് വെറും 17 സീറ്റിലേക്ക് ഒതുങ്ങും എന്നാണ്. UDFിൽ 1-ാം സ്ഥാനം മുസ്ലിം ലീഗിനായിരിക്കും എന്നും പ്രവചിക്കുന്നു. നിങ്ങളുടെ പ്രമുഖരായ മന്ത്രിമാർക്കടക്കം അടിതെറ്റും എന്ന് പ്രവചിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി എല്ലാ മണ്ഡലങ്ങളിൽ തന്നെയും പോയ, അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലെങ്കിലും പോയ ആളാണല്ലോ. അങ്ങനെ കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു തരംഗം സംസ്ഥാനത്തുണ്ടോ? എങ്ങനെ നോക്കിയാലും അത്തരത്തിലൊരു തരംഗം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഈ എക്സിറ്റ് പോൾ പുറത്തു വന്നപ്പോഴും കഴിയുന്നില്ല. കാരണം സാധാരണഗതിയിൽ 5 വർഷം ഭരണം കഴിഞ്ഞിട്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് അതിന്റെ പ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ കുറേ എതിർപ്പുകൾ ജനങ്ങളിൽ നിന്ന് വരിക പതിവാണ്. അതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ദൃശ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വലിയ പിന്നാക്കം പോക്ക് ഉണ്ടാകുമെന്ന് കരുതാൻ എനിക്ക് കഴിയുന്നില്ല. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ 2004 രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അനുഭവമുണ്ട്. അന്ന് ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് BJP വന്നു, വീണ്ടും അവർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഫലം തിരിച്ചായി. 2009 UPA ഗവൺമെന്റ് നിലംപരിശാകുമെന്ന് പറഞ്ഞ് എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 2009 വീണ്ടും UPA വന്നു. അതുപോലെ തന്നെ 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് എക്സിറ്റ് പോളുകളും ഇതുപോലുള്ള സർവേ ഫലങ്ങളും പ്രവചിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിലാണെങ്കിൽ തന്നെയും കഴിഞ്ഞ തവണ UDFന് കുറെ കൂടി മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് ഏതാണ്ട് ഭൂരിപക്ഷം സർവേകളും പ്രവചിച്ചത്. അത്തരം കാര്യങ്ങൾ സർവേകളുടെ ഇന്നലകളിലെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ UDF ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ സർവേകളുടെ വാക്കുകളെ വിലയ്ക്ക് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർവേയുടെ വാക്കുകൾ വിശ്വസിക്കുകയാണ് എങ്കിൽ ഏകദേശം കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു വ്യത്യാസമൊക്കെ, അതിനടുത്തൊക്കെ ഉള്ള വ്യത്യാസം മാത്രമേ വരാൻ ഈ സമയത്തും സാധ്യത കാണുന്നുള്ളൂ. ശരി, ശ്രീ എം പി രാജേഷ്, നമുക്ക് സർവേ ഫലത്തെ ഒന്ന് മാറ്റിവെക്കാം. രാഷ്ട്രീയമായി കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് എത്രത്തോളം കഴിഞ്ഞു എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. ആദ്യം മദ്യനയം തൊട്ട് UDF ഒരു അജണ്ട സെറ്റ് ചെയ്യുകയും അതിന് പിന്നാലെ അല്ലെങ്കിൽ അതിനൊപ്പം അതിനെ ഏറ്റുപിടിച്ച് അതിന് മറുപടി പറഞ്ഞു പോകേണ്ടി വരികയും ചെയ്ത ഘട്ടമുണ്ടായിരുന്നു ഇടതുമുന്നണിക്ക്. പിന്നീട് സോമാലിയൻ പ്രസംഗം നരേന്ദ്രമോദി നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് UDFന്റെ ചർച്ചയ്ക്കൊപ്പം നിൽക്കേണ്ടി വന്നു ഇടതുമുന്നണിക്ക്.
അങ്ങനെ ഈ ഘട്ടങ്ങളിലൊക്കെ UDF ഒരു അജണ്ട ഉണ്ടാക്കുകയും അതിനൊപ്പം ഇടതുമുന്നണിക്ക് പ്രതികരിച്ച് മുന്നോട്ട് പോകേണ്ടിയും വന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ടതാണ്. ആ രംഗത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അതിനെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം, അങ്ങനെ ഒരു മുൻതൂക്കം പ്രചാരണ ഘട്ടത്തിൽ LDF ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും എന്ന് മാത്രമല്ല, വിജയകുമാർ ഈ പറഞ്ഞ നിരീക്ഷണങ്ങൾ മുഴുവൻ പാടെ തെറ്റാണ്. തീർത്തും തെറ്റായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഇവിടെ നടത്തിയത്. എന്താ വസ്തുത നേരെ മറിച്ചാണ്. UDF തുടക്കത്തിൽ വികസന അവകാശവാദവുമായിട്ടാണ് രംഗത്ത് വന്നത് എന്നോർമ്മിക്കണം. UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ട് അവരാദ്യം നിശ്ചയിച്ചത് വികസനമാണ്. അവർ വികസനത്തെ സംബന്ധിച്ച അവകാശവാദങ്ങൾ, കണ്ണൂർ വിമാനത്താവളം, സ്മാർട്ട് സിറ്റി, മെട്രോ തുടങ്ങിയിട്ടുള്ള അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ചത്. എന്നാൽ അതിവേഗം അതിൽ നിന്ന് അവർക്ക് പിന്നാക്കം പോകേണ്ടി വന്നു. അത് ജനങ്ങൾക്ക് മുമ്പിൽ LDFന് പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു. നല്ല സമർത്ഥമായിട്ടുള്ള പ്രചരണത്തിലൂടെ അതിനെ തുറന്നു കാണിക്കാൻ മാത്രമല്ല പൊളിച്ചെടുക്കാൻ കഴിഞ്ഞു. അതോടുകൂടി പെട്ടെന്ന് പ്രതിരോധത്തിലായ UDF ആണ് ആത്മരക്ഷാർത്ഥം മദ്യനയത്തിൽ കയറി പിടിച്ചത് എന്നോർമ്മിക്കണം. എന്നാൽ ആ മദ്യനയം പോലും, അതിൽ പോലും UDFന് മാധ്യമങ്ങളുടെ എല്ലാം നിർലോഭമായിട്ടുള്ള സഹായം അക്കാര്യത്തിൽ കിട്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്ന എങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ മദ്യനയവും അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം മദ്യനയം സംബന്ധിച്ച UDFിൻ്റെ അവകാശവാദങ്ങളെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ LDFന് നന്നായിട്ട് തന്നെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ കണക്കുകൾ എല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ, അതിലുള്ള വരുമാനത്തിൻ്റെ കാര്യത്തിലുണ്ടായ വർധനവ്, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി തന്നെ മദ്യവർജനമാണ് ശരി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അപ്പോൾ അതിൽ നിന്നും അവർക്ക് പിന്നാക്കം പോകേണ്ടി വന്നു. പിന്നെ BJPക്കെതിരായിട്ടുള്ള പരാമർശത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ അബദ്ധത്തിലായിപ്പോയത്, അല്ലെങ്കിൽ ആരാണ് അവിടെ പ്രതിരോധത്തിലായത്? ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞത് മത്സരം നടക്കുന്നത് BJPയും UDFും തമ്മിലാണ് എന്ന് പറഞ്ഞ് UDFിനകത്ത് തന്നെ ആശയക്കുഴപ്പമുണ്ടാവുകയാണ് ചെയ്തത്. ആന്റണിക്കും അതുപോലെ സുധീരനും, അല്ല നിങ്ങൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ആന്റണിക്കും സുധീരനും അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നല്ലോ, ഉമ്മൻചാണ്ടിയെ ഖണ്ഡിക്കേണ്ടി വന്നല്ലോ. അപ്പോൾ സർവത്ര ആശയക്കുഴപ്പമായിരുന്നു UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. LDFിനെ സംബന്ധിച്ചാണെങ്കിൽ അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചാട്ടുളി പോലെ തറച്ചു കയറുന്ന പ്രശ്നങ്ങളായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, അതാണ് ഇടതിൻ്റെ നിരീക്ഷണം. ശ്രീ KN ഖാദർ, നമ്മൾ ഈ എക്സിറ്റ് പോളുകളെ ആകെ തള്ളിക്കളഞ്ഞാലും ഇതുവരെ വന്നിട്ടുള്ള പോളുകൾ നൽകുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഇതുവരെ വന്നിട്ടുള്ള 5 പോളുകളുടെ ആവറേജ് എടുത്താലും UDFന് 57ഉം LDFന് 79ഉം ആണ്. അങ്ങനെ ഒരു മേൽക്കൈ ഉണ്ട്. ഇതാണ് സത്യമാകുന്നത് എങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഭവിക്കുന്ന തകർച്ച അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. സംസ്ഥാനത്ത് പുതിയൊരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാകുന്നു, പുതിയൊരു ഫോർമേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഒന്നുണ്ടാകുമ്പോൾ അത് നഷ്ടക്കച്ചവടമാകുന്നത് കോൺഗ്രസിനാണ്. മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ഈ BJP NDA മുന്നണിയിലേക്ക് വോട്ടുകൾ പോകുന്നതെങ്കിൽ, അവരുടെ വോട്ട് ഷെയർ കൂടുന്നതെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് ഒരു പരിശോധന നടത്തേണ്ടി വരില്ലേ? LDFനെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാകാതിരിക്കുകയും കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല അഭിലാഷ്, ഞാൻ 1-2 വാക്കുകൾ പറയാൻ അനുവാദം തരണം. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴുള്ള തന്നെ 72 സീറ്റ് UDFനും 68 സീറ്റ് LDFനുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഇവിടെ ഒരു വിധത്തിലുള്ള തരംഗവും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ല. ഇത് വളരെ നോർമലായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു, വളരെ പക്വമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒരു വിധത്തിലുള്ള തരംഗവും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇത്ര നോർമലായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികളും പോളിങ്ങും അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു അനുകൂലമായ തരംഗം ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ മദ്യനയം സംബന്ധിച്ചൊക്കെ അവസാനം ആത്മരക്ഷാർത്ഥം അതെടുത്തതല്ല, ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ മദ്യനയമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൻ്റെ ആരംഭം മുതലേ ഉമ്മൻചാണ്ടിയും UDF നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ മദ്യനയത്തിൽ അവ്യക്തതയാണ്. ആ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അച്യുതാനന്ദൻ ഒന്ന് പറഞ്ഞു, യെച്ചൂരി വേറൊന്ന് പറഞ്ഞു, പിണറായി വേറൊന്ന് പറഞ്ഞു, കോടിയേരി വേറൊന്ന് പറഞ്ഞു. ആ മദ്യനയത്തിലൊരു വ്യക്തത ഇപ്പോഴും കൈവരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ചാട്ടുളി പോലെ തുളച്ചു കയറുന്ന തരത്തിൽ അഴിമതി ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ചാട്ടുളി ഉണ്ടായിട്ടില്ല. ആ വിഷയത്തിലും ഒതുങ്ങി നിൽക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. ആ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചില്ല. ഇവിടെ കുറച്ചെങ്കിലും അപക്വമായിട്ട് ഒരു ആവേശത്തോടു കൂടി
ഇതിൽ ഇടപെട്ടത് ഒരു BJP ഒരു പുതുമുഖം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ NDA എന്ന് പറയുന്നത് ഒരു പുതിയ മുഖം, ഒരു പുതിയ മുന്നണി എന്ന നിലയിൽ വന്നപ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രി മുതൽ ബാക്കി നേതാക്കന്മാരെല്ലാം ഒരു പ്രത്യേക തരത്തിൽ പ്രതികരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അവർ പറഞ്ഞ് സോമാലിയ വിഷയത്തിലേക്ക് പോയതോടുകൂടി അതും ഫലവത്തല്ലാതായി തീർന്നു. അതുകൊണ്ട് ഒരു തരംഗം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടില്ല. അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ വിലയിരുത്തൽ അത് തന്നെയായിരിക്കും. ശ്രീ KVS ഹരിദാസ്, ഇതുവരെ വന്ന സർവേകൾ, എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് BJPക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്, ചിലപ്പോൾ 1-2 സീറ്റ് കിട്ടാം. 0 മുതൽ എന്നാണ് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത്. ഒരു സർവേ മാത്രമാണ് 8 സീറ്റ് എന്നൊരു കണക്ക് പറയുന്നത്. തന്നെയുമല്ല, ചില സർവേകൾ 11% വോട്ടാണ് BJPക്ക് പറയുന്നത്. അതായത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാളും കുറവ്. എങ്ങനെയാണ് ഈ നിലയിലേക്ക് BJPയുടെ വലിയ അവകാശവാദങ്ങൾ ഒരു 3-ാം ബദൽ എന്ന നിലയിലേക്ക് ഉയർന്നു വരാൻ NDAക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഈ സർവേകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ എക്സിറ്റ് പോളിനെ നിരാകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം എക്സിറ്റ് പോളുകൾ പലപ്പോഴും ഒരു 70 to 85% വരെ വസ്തുതാപരമാണ് എന്നതാണ് നമ്മുടെ അനുഭവം ഇതുവരെ ഉള്ളത്. ഇതിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ്, ഇപ്പോൾ BJPക്ക് എത്ര പെർസെൻറ്റേജ് വോട്ടുണ്ട്, അത്രത്തോളം സൂക്ഷ്മതകളിലേക്ക് കടക്കാൻ ഇതുകൊണ്ടാകുമോ എന്നെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം കേരളത്തിൽ 2 ശക്തമായ മുന്നണികൾ തമ്മിലായിരുന്നു മത്സരം. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പുതിയ 3-ാം ശക്തി കടന്നു വരാനുള്ള ശ്രമമാണ് ഇതുവരെ BJP നടത്തിയിരുന്നത്. അതിൽ BJPക്ക് തനിച്ചതിന് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ BDJS, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കുറേ കക്ഷികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തമായ മുന്നണി എന്ന നിലയ്ക്ക് NDA ഇത്തവണ രംഗപ്രവേശം ചെയ്തത്. അവർക്ക് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്, ഈ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. ഞാൻ ഈ വേളയിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. 2001 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. LK അഡ്വാനി കേരളത്തിൽ പ്രചരണത്തിന് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അതിനു മുമ്പ് വരെ BJP അനുഭവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തും, പക്ഷെ ആ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷെ ആ സമയത്ത് 2001 എൻ്റെ ഓർമ്മ, ആ സമയത്ത് അഡ്വാൻറ്റേജ് പറഞ്ഞു, ഇത്തവണ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവില്ല. ഒരുമാതിരി നന്നായിട്ട് ആ വർഷം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ BJPക്ക് ആവുകയും ചെയ്തു. അന്ന് അദ്ദേഹം പറഞ്ഞു, ജയിക്കുകയാണെങ്കിൽ ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള നാളുകളായിരിക്കും വരിക. അഡ്വാൻറ്റേജിയുടെ ഒരു പ്രഡിക്ഷനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ആയിരുന്നു അത്. അത്തവണ ജയിച്ചില്ല, നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇത്തവണ അതിനേക്കാൾ, കാരണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ആ സ്ട്രാറ്റജിയുടെ ഫലം എന്താകുമെന്നാണ് നമ്മൾ 19-ാം തീയതി അറിയാൻ കാത്തിരിക്കുന്നത്. ആ തരത്തിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി വലിയ തോതിലുള്ള സന്നാഹങ്ങളുമായി പ്രചാരണത്തിനെത്തി. ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ്, ധാരാളം പണം ചെലവഴിച്ച തെരഞ്ഞെടുപ്പ്, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനം നടത്തിയ തെരഞ്ഞെടുപ്പ്. അങ്ങനെ BJPയെ സംബന്ധിച്ച് പ്രചാരണ രംഗത്ത് ഉണ്ടായിട്ടുള്ള ആ മുൻകൈ, അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹ്യ അടിത്തറ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ SNDP യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച BDJS എന്ന രാഷ്ട്രീയ പാർട്ടി, CK ജാനു മുതൽ അങ്ങോട്ട് നിരവധി സാമുദായിക സംഘടനകളുടെ ഒരു ഭാഗത്തിൻ്റെയെങ്കിലും പിന്തുണ, അങ്ങനെ അത്തരത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു മുന്നണിയെ UDFിനേക്കാൾ നന്നായി LDF പ്രതിരോധിച്ചു എന്ന് വേണ്ടേ ഈ റിസൾട്ടുകൾ ശരിയാണെങ്കിൽ നമ്മൾ വിലയിരുത്താൻ? ഒരിക്കലുമില്ല. റിസൾട്ടുകൾ ശരിയാണോ ശരിയല്ലയോ എന്നുള്ളതിന് നമുക്ക് 19-ാം തീയതി 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് വിശകലനങ്ങൾ നടത്തുകയും ചെയ്യാം. പക്ഷേ ഈ മുന്നണിയെ പ്രതിരോധിക്കുന്നതിൽ UDFിനേക്കാൾ LDF മുന്നിട്ട് നിന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും ഒരു വസ്തുതാപരമായി ശരിയാണെന്ന് യോജിക്കാൻ കഴിയില്ല.
നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ എല്ലാ അധികാരങ്ങളും എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെ അവർ നയിച്ചു. പ്രധാനമന്ത്രി ഷട്ടിൽ സർവീസ് പോലെ വന്നുപോയി, അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തു, കേന്ദ്രമന്ത്രിമാരടക്കം ഭരണമൊക്കെ മാറ്റിവെച്ച് ഭരണസ്തംഭനത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നയിച്ചുകൊണ്ട് ഇവിടേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിച്ചു. അത്തരത്തിലൊക്കെ അവർ പരമാവധി നോക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷെ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ SNDP യോഗം എന്ന് പറയുന്ന സാമുദായിക സംഘടനയെ അതിനെ പൂർണ്ണ രൂപത്തിൽ മാറ്റിവെക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ രാഷ്ട്രീയ അഭിപ്രായം വ്യക്തമായുള്ള ശ്രീനാരായണീയർ അങ്ങനെ അതിന്റെ നേതൃത്വമൊക്കെ മാറ്റിവെച്ചാൽ അതിന്റെ പൂർണ്ണമായി പുറകെ പോകുമെന്നൊരു അഭിപ്രായം എനിക്കില്ല. അതുപോലെ തന്നെ CK ജാനുവിനെ പോലെയുള്ളവർ കൂടെ ചേർന്നതുകൊണ്ട് ദളിത് ആദിവാസി രാഷ്ട്രീയം ഒന്നടങ്കം NDയോടൊപ്പം ചേർന്നു എന്ന് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ CK ജാനുവിനോടൊപ്പം അത്തരം ആദിവാസി രാഷ്ട്രീയത്തിൽ ഇന്നലകളിൽ നേതൃത്വം നൽകിയ ഗീതാനന്ദനും അതുപോലെയുള്ള സഹപ്രവർത്തകരെ ഒപ്പം കൂട്ടാൻ അവർക്കായില്ല. മാത്രവുമല്ല, മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം നിന്നപ്പോൾ CK ജാനുവിന് ഉണ്ടായ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ചാതുർവർണ്ണ മുഖത്ത് നിന്നൊരു വിമുക്തി നേടുവാൻ BJP ബോധപൂർവമായ ശ്രമം നടത്തി. അത് പൂർണ്ണമായി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ RSSന്റെ അനുഗ്രഹാശിസുകളോടെ നടന്ന ഒരു സംഭവമാണ്. ഇവിടെ നേരത്തെ ശ്രീ രാജേഷ് MP സൂചിപ്പിക്കുകയുണ്ടായി, UDF ഉയർത്തിക്കൊണ്ടുവരുന്ന വികസന നയം അല്ലെ വികസന നേട്ടങ്ങളെ ഞങ്ങൾ പൊളിച്ചടിക്കുന്നത്. എങ്ങനെ പൊളിച്ചടിക്കുന്നത്? കൺമുന്നിൽ കാണുന്ന വികസനത്തെ തള്ളിപ്പറയാൻ ആർക്കാ കഴിയുന്നത്? നിങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് ഒരു അണുവിട ചലിക്കാത്ത വികസന പദ്ധതികളല്ലേ ഞങ്ങൾ നടത്തിക്കൊണ്ടുവന്നത്? ഞങ്ങൾ ഈ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, ഇപ്പോ സ്മാർട്ട് സിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വോട്ടർ കേരളത്തിലില്ലല്ലോ. കൊച്ചി മെട്രോയിൽ കയറാൻ ഭാഗ്യം സിദ്ധിച്ച, കണ്ണൂർ വിമാനത്താവളത്തിൽ പ്ലെയിൻ ഇറങ്ങാൻ സാധിച്ച, അല്ലെങ്കിൽ പാലാരിവട്ടത്തോ കുണ്ടന്നൂരോ ഉള്ള ഫ്ലൈ ഓവറിൽ കൂടി യാത്ര ചെയ്യാൻ സാധിച്ച ആരും വോട്ടർമാരായില്ലല്ലോ. ഒരുപക്ഷെ അങ്ങനെയും തോൽക്കാം. അല്ല, ശൂന്യതയിൽ നിന്നല്ലല്ലോ, ഇതൊക്കെ കൺമുന്നിൽ കാണുകയല്ല. അങ്ങനെയാണെങ്കിൽ മട്ടന്നൂരിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം 29-ാം തീയതി നടന്ന വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന സമയത്ത് അവിടുത്തെ MLA അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ പന്തലും കെട്ടിന്നിട്ട് അവിടെ ആൾ കുറയും. ഇപ്പുറത്തെ ഉദ്ഘാടന സമയത്തിന് മുഖ്യമന്ത്രിയും അതുപോലെ വ്യോമയാന വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ K ബാബു അടക്കമുള്ളവരൊക്കെ പങ്കെടുത്ത ചടങ്ങിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയത് ഇവർക്ക് ഇവിടെ വിമാനത്താവളം വന്ന് ഞങ്ങളാരും വിമാനത്തിൽ കയറിയില്ല എന്നുള്ളത് കൊണ്ടൊന്നും അല്ലല്ലോ. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുന്നു എങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകേണ്ടത്, തെറ്റുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടതുമാണ്. പക്ഷെ എന്തായാലും ചില സൂചനകൾ എന്ന നിലയിൽ മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെയൊക്കെ കാണാൻ കഴിയുള്ളൂ. ശ്രീ NB ചെക്കുട്ടി, ഇവിടെ BJP തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നാലും ഇല്ലെങ്കിലും BJPയും BDJSും ചേർന്നുള്ള ഒരു സഖ്യം, ആ സഖ്യം പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസംഗങ്ങളടക്കം ആ നിലയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇവിടെ ഉണ്ടായത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, അതല്ലെങ്കിൽ സെക്കുലർ വോട്ടുകളുടെ, മതേതര വോട്ടുകളുടെ ഒരു ഏകീകരണം. അത് ഫലത്തിൽ UDFിൽ നിന്നും ഉണ്ടാവാതെ, UDFിന് അനുകൂലമായി സംഭവിക്കാതിരിക്കുകയും ഇടതുമുന്നണിക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടുകയും ചെയ്തു എന്ന് വേണമോ നമ്മൾ ഈ സർവേ ഫലങ്ങളെ, ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ വിലയിരുത്തുമ്പോൾ കണക്കിലെടുക്കേണ്ടത്? രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ വളരെ ശക്തമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കേന്ദ്രീകരണം നടന്നിരുന്നു. അതിന് കാരണമായിട്ടുള്ള ഒരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. രാജ്യത്ത് ഈ അഖ്ലാഖിന്റെ വിഷയം, അതുപോലെ ബീഫിന്റെ വിഷയം, കേരള ഹൗസിലേക്ക് പോലീസ് കയറി കടന്നു പറയും, നിരവധി വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ വളരെ ശക്തമായിട്ട് വരികയും അക്കാര്യത്തിൽ ഇടതുപക്ഷം വളരെ ശക്തമായിട്ടൊരു ക്യാമ്പയിൻ നടത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തു. അന്ന് UDFിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗൗരവത്തോടുകൂടി അത്തരം കാര്യങ്ങളെ കാണുന്നതിൽ UDF ലീഡർഷിപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അന്ന് ആ ഒരു വലിയ സ്വിംഗ് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഒരു സ്വിംഗ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മൈനോറിറ്റി വോട്ടർമാർ കൂടുതലായിട്ട് ഇടതുപക്ഷത്തിനെ അടുത്തു വരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഇതിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് സംഭവിച്ചോ ഇല്ലെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇടതുപക്ഷത്തിനോട് മൈനോറിറ്റി വോട്ടർമാർക്ക്, ന്യൂനപക്ഷ വോട്ടർമാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അസ്പൃശ്യത, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംശയം, അത് ഇല്ലാതായി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. ആ ഒരു അന്തരീക്ഷം ഒരുപക്ഷെ
ഇന്ന് നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ രണ്ടാമതായിട്ട് നമ്മളൊരു കാണേണ്ട ഒരു കാര്യം, BJPയും BDJSഉം എന്ന് പറയുന്ന ഈ മുന്നണി ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുകയില്ല. മാത്രമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം UDF സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയത്തെ നേരിടുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു വിഷയമായിട്ട് മാറുകയാണ്. കാരണം കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനോട് അനുകൂലമായിട്ടൊരു ഒരു 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 മേൽക്കൈ വരികയാണെങ്കിൽ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനകത്ത് നേരത്തെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്തുണ നഷ്ടപ്പെടുകയാണെങ്കിൽ UDFന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ചോദ്യചിഹ്നം ഉണ്ടാക്കും. ഈ ഒരു രാഷ്ട്രീയമായ പ്രതിസന്ധി ഇന്ന് UDF നേരിടുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ഒരു 10-30 വർഷക്കാലത്തെ BJPയുടെ പെർഫോമൻസ് നോക്കിയാൽ അവർ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് കാണേണ്ടത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു 7% വോട്ടാണ് അവർ 87 മുതൽ 2011 വരെ നേടിക്കൊണ്ടിരുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവരത് 11% വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഏതാണ്ട് 4% വോട്ടുകൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ അവർ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസ് ആണ്. ഇത് LDF പ്രധാനപ്പെട്ട ഘടകവുമാണ്. 11% വോട്ടാണ് അവർക്ക് കിട്ടുന്നത് എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ 5% വോട്ട് അധികമായി നേടി എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം മുന്നണികളിൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട് എന്നുള്ളതും ആണ്. അതിന്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് 19-ാം തീയതിയെ അറിയുകയുള്ളൂ. ശ്രീ KVS ഹരിദാസ്, BJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ മികച്ച രീതിയിൽ വോട്ടുകൾ പോൾ ചെയ്യാറുണ്ട്. 2004 തന്നെ ഇരട്ടയക്ക ശതമാനം കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അത് 5-6% താഴാറാണ് പതിവ്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ അധികാരം നേടുന്ന കക്ഷിയായി BJPയെ ആരും കാണുന്നുമില്ല. അതുകൊണ്ട് BJPക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന വോട്ടുകൾ കൂടി മറ്റെവിടെയെങ്കിലും പോവുകയും ചെയ്തേക്കാം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇക്കുറിയും അതുതന്നെ നടന്നു എന്ന് കരുതേണ്ടി വരുമോ? ഇത്രയധികം സന്നാഹങ്ങൾ ഉണ്ടായിട്ടും BJPയെ സംബന്ധിച്ച് ഈ കാടിളക്കിയുള്ള പ്രചരണത്തിന് ശേഷവും BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകളും സമാഹരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ? അഭിലാഷ്, ഒരു കാര്യം ഞാൻ പറയാം. ഇത്തവണ BJPക്ക് BJPയുടേതായ അല്ലെങ്കിൽ BJPയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വോട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആ കാര്യത്തിൽ അതിന് തക്കവണ്ണമുള്ള ശക്തമായ പ്രചരണ പരിപാടിയും സമ്പർക്ക പരിപാടിയും BJP നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ക്രൂഷ്യലാകുന്നത് പോപ്പുലർ വോട്ട്സാണ്, നോൺ പൊളിറ്റിക്കൽ വോട്ട്സാണ്. അത്തരത്തിലൊരു 20-22% വോട്ട് കേരളത്തിലുമുണ്ട്. പലപ്പോഴും നിർണായകമാകുന്നത് ആ വോട്ടുകളാണെന്ന് നമുക്കൊക്കെ അറിയാം. അതിലൊരു വലിയ ശതമാനം വോട്ട് ഇത്തവണ ഈ ക്യാമ്പയിൻ്റെയൊക്കെ ഭാഗമായിട്ട് BJP പ്രതീക്ഷിച്ചിരുന്നു എന്നതിനും വസ്തുതയാണ്. പക്ഷേ ഈ സർവേ വസ്തുതയാണെങ്കിൽ ആ തരത്തിലുള്ള കാര്യമായ ഗുണമൊന്നും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതാൻ പറ്റില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ കേരളത്തിലെ ഈ വലത് മുന്നണിയുടെ UDFന്റെ എന്താ പറയുക ദുർഭരണവും സഹിക്കാൻ വയ്യാത്ത മട്ടിലേക്ക് ജനങ്ങൾ അതിനെ കാണാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ വന്നാലും ആ മുന്നണിയെ തകർത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ എന്താ? മുൻകാലങ്ങളിൽ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇടതു മുന്നണിയെ വരിക്കുക. അത് തന്നെയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. UDFനെ തോൽപ്പിക്കാൻ NDAക്ക് കഴിയില്ല എന്നൊരു വിശകലനം അല്ലെങ്കിൽ വിലയിരുത്തൽ ജനങ്ങൾ നടത്തിയിട്ടുണ്ടാവണം. അങ്ങനെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് അങ്ങനെയുള്ള ജനങ്ങൾ ഈ സർവേ ഫലങ്ങൾ ശരിയാണെങ്കിൽ ഒരു പക്ഷേ അത്തരം ഒരു പ്രവചനം അത്തരം ഒരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. ശ്രീ MP രാജേഷ്, ഈ വിഷയത്തിൽ ഒരുപക്ഷെ നമ്മളുടെ പ്രധാനപ്പെട്ട ചർച്ചയുടെ ഭാഗമല്ല എങ്കിൽ കൂടിയും താങ്കളുടെ പ്രതികരണം അറിയാൻ ഒരു കൗതുകം ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. 19-ാം തീയതി ഫലം വരുമ്പോൾ കേരളത്തിൽ ഈ സർവേകൾ അനുസരിച്ചാണെങ്കിൽ ഒരു ഇടതു മുന്നേറ്റം, അതാണല്ലോ ഈ സർവേ പറയുന്നത്. പക്ഷേ ബംഗാളിലെ കാര്യം ഒന്ന് പരാമർശിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ബംഗാളിലെ പുതിയ പരീക്ഷണവും തൃണമൂലിനെതിരെ ഫലം കണ്ടിട്ടില്ല എന്ന് വേണം ഈ റിസൾട്ട്, ഈ പ്രവചനങ്ങൾ അതിന്റെ ഫലം സൂചിപ്പിക്കുന്നത്. അവരുടെ തൃണമൂൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഇതുവരെ വന്ന സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഒരു താങ്കളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ അറിയാൻ ഒരു കൗതുകമുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ സർവേ പ്രകാരം ആണെങ്കിൽ വലിയ മുന്നേറ്റം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന സർവേ ശരിയായി വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിക്ക് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിലേക്കിടയാക്കിയിട്ടുള്ള കാരണങ്ങൾ എന്ത് എന്ന് വളരെ ഗൗരവമായിട്ടുള്ള വിശകലനം തന്നെ പാർട്ടിക്ക് നടത്തേണ്ടി വരും. അത് ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും.
ശരിയാണ്. ഒരു പക്ഷേ വളരെ വിശദമായ ചർച്ച അക്കാര്യത്തിൽ CPM-ൽ നടക്കുമായിരിക്കും. അഭിലാഷ്, ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ഈ കോൺഗ്രസുമായുള്ള സഹകരണം അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടക്കുമായിരിക്കും. നമുക്ക് കേരളത്തിന്റെ കാര്യം തന്നെ വീണ്ടും കണക്കിലെടുക്കാം. ശ്രീ KVS ഹരിദാസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിലുള്ള വോട്ടുകളുടെ കേന്ദ്രീകരണത്തിന് അല്ലെങ്കിൽ BJP-യെ നേരിടാൻ ഇടതുമുന്നണിക്കാണ് കൂടുതൽ കരുത്ത് എന്ന് വോട്ടർമാർക്ക് തോന്നിത്തിക്കത്തക്ക രീതിയിൽ ഉള്ള ഇടപെടൽ ഉണ്ടായത് BJP-യുടെ ഭാഗത്തു നിന്നല്ലേ? തന്ത്രപരമായ ഒരു പാളിച്ച BJP-ക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായി, പ്രചാരണ രംഗത്തുണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? കാരണം BJP-യുടെ മുന്നേറ്റം വലിയ തോതിൽ ആളുകൾക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അത് ഉപരിപ്ലവമായി പോയി. അത്തരം പ്രചാരണ പ്രവർത്തനങ്ങൾ അത് താഴെ തട്ടിലേക്ക് എത്തിയില്ല എന്ന് വേണം ഒന്ന് വിലയിരുത്തേണ്ടത്. മറ്റൊന്ന്, അത് വേറൊരു തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സാമൂഹ്യ വിഭാഗങ്ങളുടെ വോട്ടുകളുടെ കേന്ദ്രീകരണത്തിനും കാരണമായി. അത്തരം മണ്ഡലങ്ങളിൽ ആ നിലയ്ക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തിരിച്ചടിയായി എന്ന് ഒരു സ്വയം വിമർശനത്തിന് സമയമായിട്ടുണ്ടോ? അല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം NDA-യിലെ എല്ലാ കക്ഷികളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ചൂണ്ടുപലകയാണ്. അവർ ഒന്നിച്ചിരുന്ന് സെപ്പറേറ്റ് ആയിട്ടും ഒന്നിച്ചിരുന്നും വിശകലനം ചെയ്യേണ്ട അനവധി ഘടകങ്ങളുണ്ട് ഇതിനകത്ത്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യം വിജയകുമാർ, നമ്മൾ ഇവിടെ കാണേണ്ടത് ഈ കേരളത്തിൽ ഈ BDJS-ന്റെ രൂപീകരണം എത്ര വൈകിയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് NDA-യുടെ രൂപീകരണം ഉണ്ടായത്, അവസാന നിമിഷത്തിലാണ്. അതിലെ ഏകോപനവും മറ്റും ഒരു സംഘടന എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ ഇപ്പം LDF-ഓ UDF-ഓ മുന്നോട്ട് പോകുന്നത് പോലെ കൊണ്ടുപോകാൻ ഇത്തവണ കഴിഞ്ഞോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയിപ്പോൾ നാളുകളിൽ NDA-ക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വിശകലനം ചെയ്യാനുണ്ട്, സ്ഥാനാർത്ഥി നിർണയവും മുന്നണികളും ഓരോ കക്ഷികളും മത്സരിച്ച മണ്ഡലങ്ങളും ഒക്കെ തന്നെ വിശകലനം ചെയ്യാനുണ്ട്. ഞാനൊരു സൂചന മാത്രം നൽകാം. ഇപ്പോൾ BJP മത്സരിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുന്ന BJP-ക്ക് ശക്തിയുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. അവിടെ BJP മത്സരിച്ചു. ആ മണ്ഡലങ്ങളിൽ ഈ BDJS-ന് എത്രത്തോളം സഹായം നൽകാൻ പറ്റിയിട്ടുണ്ട്. BDJS മത്സരിച്ച ജയിക്കാൻ പറ്റുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. അവിടെ BJP-ക്ക് എന്തെല്ലാം സഹായം ചെലകാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരം ഘടകങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നമ്മൾ ഈ LDF-ന് മഹാവിജയം പ്രവചിക്കുന്ന സർവേ ശരിയാണ് എന്ന് വിചാരിച്ച് ചർച്ച നടത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ആത്മപരിശോധന നടത്തേണ്ട കുറേ വിഷയങ്ങൾ അതിലില്ലേ? ഒന്ന്, ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചാണെങ്കിൽ ഭദ്രമാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ക്രൈസ്തവ ബെൽറ്റിൽ അവരെ സംബന്ധിച്ചും സ്വാധീനമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക് വന്നാൽ, കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വന്നാൽ, അവിടെ നിന്നാണ് വോട്ടുകൾ പോകുന്നത് എന്ന് വന്നാൽ കോൺഗ്രസ് സംഘടനാപരമായി അങ്ങേയറ്റം ദുർബലമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മുന്നോട്ട് പോകാൻ BJP-ക്ക് കോൺഗ്രസിൻ്റെ ഈ വോട്ട് ബാങ്ക് കവർന്നുകൊണ്ട് സാധിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു വല്ലാത്ത തകർച്ചയുടെ ഘട്ടത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് ഈ എക്സിറ്റ് പോൾ ഫലം ശരിയാണ് എങ്കിൽ നമ്മൾ വിലയിരുത്തേണ്ടി വരും. പാർട്ടിക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ടി വരില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായാൽ അത് സംഘടനാപരമായി പൂർണ്ണമായി ദൗർബല്യമായി പോയി, സംഘടനാപരമായി തകർച്ചയായി പോയി എന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയുകയില്ല. വ്യത്യസ്ത രാഷ്ട്രീയ ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് പരാജയവും വിജയവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. പിന്നെ എക്സിറ്റ് പോൾ സർവേകളൊക്കെ സത്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാറിന് പകരം BJP-യുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമായിരുന്നു. അരുവിക്കരയിൽ നമ്മുടെ ശബരിനാഥിന് പകരം ശ്രീ വിജയകുമാർ MLA ആയി മാറുമായിരുന്നു. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ പൂർണ്ണമായി ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് പൂർണ്ണമായി തള്ളിക്കളയുന്നതുമില്ല. സാധ്യതകളും സാഹചര്യങ്ങളും പരിശോധിച്ച് അത്തരം കാര്യങ്ങൾ നിൽക്കാം. പിന്നെ വോട്ട് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാതി മത സമുദായ സമവാക്യങ്ങളൊക്കെ നോക്കുകയാണ് എങ്കിൽ BJP-യോടൊപ്പം ചേർന്ന BDJS, LDF-ഉം ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ഒരു കൂട്ടുകെട്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടുകൾ മറ്റു തരങ്ങളിൽ പിടിച്ചെടുക്കാനുള്ള മാർഗം കൂടി, അങ്ങനെ എല്ലാ കളിയും ഒക്കെ കളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കോൺഗ്രസിന് വലിയൊരു തകർച്ച. ഇപ്പോഴും വിശ്വസിക്കുന്നു UDF-ന് ഒരു മുൻതൂക്കം കിട്ടാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അത് കിട്ടാതെ വന്നാൽ വലിയൊരു തകർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ചെറിയൊരു മാർജിനിൽ മാത്രമേ LDF വിജയിക്കാൻ സാധ്യതയുള്ളൂ. ശ്രീ KNA ഖാദർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു മറുപടി താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്.
താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ സർവേകളുടെ ഫലത്തിന്റെ ആധികാരികത അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാണ് എങ്കിൽ BJP-യുടെ മുന്നേറ്റത്തെ, സംഘപരിവാറിന്റെ മുന്നേറ്റത്തെ കേരളത്തിൽ ചെറുക്കാൻ കുറെ കൂടി കഴിയുന്നത് ഇടതുമുന്നണിക്കാണ്, CPM-നാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന സാഹചര്യമായി എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? വിജയകുമാറിൻ്റെ കൗശലത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ദാറ്റ് ഇസ് ആൻ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു ഇഷ്യൂ ഇപ്പോൾ വരുന്നില്ല. മാത്രമല്ല, ഈ BJP ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് കോൺഗ്രസ് പോലുള്ള ഒരു നാഷണൽ പാർട്ടിയാണ് അത്തരമൊരു ഫൈറ്റിന്, ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുക്കേണ്ടത്. CPM ഒരു സെക്കുലർ പാർട്ടി ആയതുകൊണ്ട് അവർക്കും അതിൻ്റെതായ റോളുണ്ട്. പക്ഷേ മെയിൻലി അത് കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ കാര്യത്തിലൊന്നും ഒരു റീതിങ്കിങ് വേണ്ടി വരില്ല. മുസ്ലിം ലീഗ് ഒരു UDF-ലെ ഒരു പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ തീർച്ചയായും UDF-ന് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടും കോൺട്രിബ്യൂഷനും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ ജയിച്ചു വരും. ഇവിടെ നേരത്തെ ബിന്ദു കൃഷ്ണ പറഞ്ഞ മാതിരി ഒരു വലിയ മാർജിൻ ആർക്കായാലും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും അങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്. എന്തായാലും കേരളം വിധി എഴുതി കഴിഞ്ഞു. 71.7% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എന്നുള്ളതാണ് കണക്ക്. നമ്മൾ എക്സിറ്റ് പോളുകൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ആ കണക്കുകളിലേക്ക് പോയതിന് ശേഷം ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യ ടുഡേയുടെ കണക്കുകൾ പ്രകാരം 88 മുതൽ 101 വരെ സീറ്റുകൾ LDF-ന്, സംസ്ഥാനത്തൊരു ഇടതു തരംഗം 38-48 എന്ന റേഞ്ചിൽ UDF ഒതുങ്ങിപ്പോകും. BJP-ക്ക് 3 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യത. ടൈംസ് ഓഫ് ഇന്ത്യ, ടൈംസ് നൗ ഗ്രൂപ്പിന്റെ സർവേ പ്രകാരം LDF-ന് 78 സീറ്റ്, UDF-ന് 58 സീറ്റ്, BJP-ക്ക് 2 വരെ സീറ്റുകൾ കിട്ടാം. ന്യൂസ് നേഷനാണ് UDF-ന് ഒരു നേരിയ എഡ്ജ് പറയുന്നത്. അവിടെ UDF-ന് 70 സീറ്റ്, LDF-ന് 69 സീറ്റ്, BJP-ക്ക് 1 സീറ്റ്, ഒരു തൂക്കു നിയമസഭ എന്നുള്ളതാണ് ന്യൂസ് നാഷന്റെ പ്രവചനം. ടുഡേസ് ചാണക്യ LDF-ന് 75 സീറ്റും UDF-ന് 57 സീറ്റും BJP-ക്ക് 8 സീറ്റും നൽകുന്നു. ഇതാണ് ഇന്ന് വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ ആദ്യത്തെ ആകെ തുക. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ശ്രീ KN ഖാദർ, ശ്രീ MB രാജേഷ്, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ NB ചെക്കുട്ടി, എല്ലാവർക്കും നന്ദി.